സിനിമാ മേഖലയിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു. 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് കലാഭവൻ നവാസ് എന്ന ഒരു പച്ചയായ മനുഷ്യൻ, ഒരു നന്മയുള്ള മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ചാണ് ഇപ്പോൾ റീൽസ് നോക്കിയാലും എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. അതെ, ഒരുത്തൻ ഭാര്യയോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറുന്നവനാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല എന്ന് കലാഭവൻ നവാസിൻ്റെ ആ മരണത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരും പുകഴ്ത്തിയൊന്നും പറയാത്ത ഒരു മനുഷ്യൻ ഇപ്പോൾ മരണപ്പെട്ട ശേഷം എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് ഓസ്കർ നാഷണൽ അവാർഡിനേക്കാൾ എത്രയോ വലിയ ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണ് മരണപ്പെട്ട ശേഷം നമ്മളെക്കുറിച്ച് ഒരാൾ അല്ലെങ്കിൽ 4 പേര് നന്മ പറയുക എന്നുള്ളത്. അതിന് നമ്മൾ ജീവിതകാലത്ത് നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ, ആരെ മനസ്സ് വേദനിപ്പിക്കാതെ കുടുംബ ബന്ധം ചേർത്ത് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറിയാൽ നമ്മൾക്കും ആ ഒരു നന്മ കിട്ടും. അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല ജീവിച്ചിരിക്കും ഒരുപാട് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകർ ഒക്കെ നേടിയിട്ടുണ്ടാവും. പക്ഷേ സ്വന്തം വീട്ടിൽ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല, ഭാര്യയെ മൈൻഡ് ചെയ്യുന്നില്ല, മക്കളെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നിട്ട് വലിയ മെഗാ ഹിറ്റും സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ അടുക്കലും ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ കലാഭവൻ നവാസിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹം സിനിമാ മേഖല ഒരു ഡർട്ടി ഫീൽഡാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്രയും വലിയൊരു ഡർട്ടി ഫീൽഡിൽ അദ്ദേഹം വർക്ക് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം ദീന് മുറുകെ പിടിച്ചു. സ്വന്തം ഭാര്യയെ തട്ടമിടാതെ ഒരിടത്തേക്കും കൊണ്ടുപോയിട്ടില്ല. എവിടെ പോയാലും ആ ചിട്ടയോടെ, ഇസ്ലാമിക ചിട്ടയോടെ തട്ടം ഒക്കെ മറച്ചുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിക്കുക. വിരലുണ്ടാവുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, കലാഭവൻ നവാസിനെ കുറിച്ച് അവിടുത്തെ പള്ളിയിലെ ഇമാം പോലും പറഞ്ഞത് എല്ലാ ദിവസവും ഇശാ വിത്തറൊക്കെ നിസ്കരിച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. അതുപോലെ റമദാൻ മാസത്തിൽ ആദ്യം എത്തുന്നതും അവസാനം പുറത്തിറങ്ങുന്നതും കലാഭവൻ നവാസ് ആയിരുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ ഏത് മേഖലയിലും പ്രവർത്തിച്ചു കൊള്ളുക. അത് തിന്മയാണെന്ന് പറഞ്ഞിട്ട് ആ തിന്മയെ മാത്രം കുത്തിപ്പൊക്കി അദ്ദേഹത്തിനെ വെറുക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ നന്മയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം റബ്ബെല്ലാം പൊറുക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ ആ ഫീൽഡിലല്ലേ, നമ്മൾക്ക് വ്യഭിചാരിയല്ല, നമ്മൾ പലിശയല്ലേ എന്നിട്ട് നമ്മൾ ആരും നിസ്സാരപ്പെടുത്താൻ കാര്യമില്ല. അതിൻ്റെ കൂടെ തൗബ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരം മുറ പോലെ നിസ്കരിക്കണം. ഈ ഫീൽഡിലല്ല പിന്നെ ഞാൻ നിസ്കരിച്ച് അല്ലാഹ് സ്വീകരിക്കോ, അതൊക്കെ ഇബിലീസാണ് നിങ്ങളെ തോന്നൽ തരുന്നത്, അത് അവിടെയാണ് ഇബിലീസിൻ്റെ വിജയം. അങ്ങനെയല്ല, നമ്മൾ എത്ര വരെ തെറ്റ് ചെയ്താലും ഇതിലും നന്മ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതും ഡർട്ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അള്ളാഹുലേക്ക് മടങ്ങുക. അതിൻ്റെ കൂടെ നന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. മരിച്ച ശേഷം നമ്മളെക്കുറിച്ച് നല്ല പറയാൻ 4 ആൾക്കാരുണ്ടാവും, അവർ ദുആ കിട്ടാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക്, കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം.